വന്ന് സമർപ്പിക്കാൻ കഴിവുള്ളവർ എല്ലാവരും പ്രാർത്ഥനയ്ക്കും പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരുണ്ട്, പ്രസംഗിക്കാൻ കഴിയും. ഇത് ഞങ്ങളുടെ ചാർജാണ്. അവരൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യും. മാനസിക അനുഭവിക്കുന്ന 20-ലധികം ആളുകൾ 3.5 വർഷം 16 വർഷം വരെ ചന്ദ്ര കിടന്ന ആൾക്കാരെയൊക്കെയാണ് ഈ മോളും സാറ എന്നാണ് ഈ മോളുടെ പേര്. ആ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് നോബിൾ എന്നാണ്. ഇവരുടെ കല്യാണം മോൻ വന്നിട്ട് മോളുടെ കല്യാണമാണ് ശനിയാഴ്ച. ഇത് മോന അവിടെ ജോലി ചെയ്യാം. ഭാര്യയാണിത്. പാസ്റ്ററുടെ 2 മക്കളാണ്. പിള്ളേരെ കണ്ട് കൊച്ചുപിള്ളേരെ കണ്ടൊക്കെ ഞങ്ങളുടെ പിള്ളേരാണ് ഇവിടെ കേട്ടോ. ലിപിയായിരുന്നു ഞങ്ങളുടെ പ്രമീള, ദീപ, ഞങ്ങളുടെ കരോളി, ഞങ്ങളുടെ പ്രിൻസി, ഞങ്ങളുടെ മോളി, ഇവിടെ വന്നിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി മോടെ കല്യാണമാണ് അടുത്ത ദിവസം ശനിയാഴ്ച. അന്നേരം മോക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ഞാൻ ഓർത്ത പാട്ട് മോളെ വീട്ടിൽ ഇല്ലാത്തവരൊക്കെ ഒന്ന് തന്നെ കൊടുത്താണ് ഈ വയസ്സിൽ നല്ല എനിക്ക് നല്ലത് മോളാണ്. നല്ല മനസ്സം മോളെ സഹായിക്കുന്ന വയസ്സത്തോട് നടത്തില്ല.
പോലെ കാശ് സാധനം നമ്മുടെ ബൈബിളിലെ പേര് വേറെ പേരുണ്ടോ കുഞ്ഞിക്കുഴിന്ന് വരും എല്ലാരും നീ പറഞ്ഞ വന്നതിന് ശേഷം ദൈവം കൊടുത്ത ആശ്വാസമാണ് ഇത്രയും കൊണ്ട് സംസാരിക്കാനും ഇത്രയും സന്തോഷത്തോടെ ആയിരിക്കാനും ദൈവം ഓർത്ത് കൊടുത്ത വിടുതലാണ് കയ്യും കാര്യങ്ങളും കെട്ടിയിട്ടാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നെ കൊലപ്പെടുത്തിയിട്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അങ്ങനെ ഒഴിച്ച് ദൈവം കൊടുക്കുകയാണ് കയ്യും കാലത്തെ കെട്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് അതിനൊക്കെയുള്ള വലിയ പ്രശ്നക്കാരെയാണ് നമ്മൾ അങ്ങനെയുള്ളവരെ ഏറ്റെടുത്തിട്ടുള്ളൂ വലിയ പ്രശ്നം വീടിനും കുടുംബത്തിനും ഒക്കെ വലിയ പ്രശ്നമാകുന്നവരെയാണ് മറ്റുള്ളവരെയൊക്കെ നമ്മൾ പറയാം വീടുകളിൽ ഇങ്ങനെ കെയർ ചെയ്താൽ ഇങ്ങനെ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആശ്വാസം കാരണം നമുക്ക് എല്ലാവരും എടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് എന്നാൽ അങ്ങനെയും പറ്റാത്ത ആൾക്കാരാണ് സ്ഥലം ഉണ്ടെങ്കിൽ അപ്പം സ്ഥലമില്ല എന്നുള്ളൊരു വിഷയം സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അനുസൃതമായിട്ട് കത്താറുണ്ട് കേട്ടോ ഇന്ന് നിങ്ങളെ ചെയ്തിരിക്കും ഇവിടുത്തെ പ്രാർത്ഥനയാണ് മെന്റലി റിട്ടയർഡായിട്ടുള്ള പിള്ളേരെ ഇപ്പം മനസ്സിലാക്കുന്നത് പലയിടത്തൂന്ന് വരുന്ന ഓരോണ്ടായിരപ്പാ എന്തോ 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 ഞങ്ങളെ 10 മിനിറ്റാ ഓണ ബാഗ് സാറ് സാർ ശാന്തമേ നമ്മളുടെ സാറാമോൾ ഇവരാണ് നമുക്ക് ഇന്ന് ഫുഡ് സ്പോൺസർ ചെയ്യുന്നത് കേട്ടോ ചോറ് തരുന്നത് ഇന്ന് ഉച്ചക്കത്തെ ആഹാരം കഴിക്കാൻ പോലെ നമ്മുടെ സാറാനാണ് ഈ സാറയുടെ പപ്പായും മമ്മിയുമാണ് സാറയുടെ കല്യാണം വെച്ച് ഇന്നലെയായിരുന്നു ശനിയാഴ്ച സാറയുടെ കല്യാണമാണ് ഇന്ന് സാറയുടെ ബർത്ത്ഡേ ആണ് Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അങ്ങനെ പ്രത്യേകം പ്രാർത്ഥിക്കണം സാറാ നോക്ക് വേണ്ടി കേട്ടോ ഞാനും പോയി സർവശക്തനായ
ഇവിടെയായിരിക്കുന്ന ഓരോ മക്കൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ എത്രയോ സൗഖ്യം ആരോഗ്യം നന്ദി പറയുന്നു. പിതാവേ, ഈ സ്ഥാപനത്തിന് ജീവദാസിനെയും തിരുപ്പിള്ളവരെ ഒരുക്കുന്നതിനാണ് നന്ദി പറയുന്നു. അവർക്ക് ഏത് ആയുസ്സും ആരോഗ്യം ബലവും കൊടുക്കണമേ. കർത്താവിനെ എത്രത്തോളം ശാന്തത സൗഖ്യവും സമാധാനം കൊടുത്തതിനാൽ നന്ദി പറയുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധന്റെ നാമത്തിൽ ദൈവങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ചോ ഇന്നത്തെ ബർത്ത്ഡേ ഞങ്ങളുടെ കീഴല്ല കുഞ്ഞുങ്ങളാണ്, അറിയാത്ത കുട്ടികളാണ്. ഇവരാണ് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഞങ്ങൾക്ക് ഓരോരുത്തരുടെ ഓരോ അനുഭവം ഓരോ വിങ്ങായിട്ട് മാറി. മനസ്സിൽ എടുക്കാനുള്ള ഇൻസ്പിറേഷൻ 3.5 വർഷം നമ്മളെ അടിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അടിച്ചുകൊണ്ടു. അവളാണ് ഞാൻ ആദ്യത്തെ ആള്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ മരിച്ചു. 23 വർഷം ഉണ്ടായിരുന്നു. അവൾക്ക് ദൈവം കൊടുത്ത വിടുതലാണ്. പിന്നെ 200-ലധികം മനസ്സുകൾ ഇപ്പം ഇവിടെ ഓൾഡേജ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ തുടങ്ങി. ഒരമ്പശയും കൊണ്ട് തുടങ്ങിയതായിരുന്നു. അമ്പശയുണ്ട്. ആ അമ്പശയുടെ അനുഭവം ഞങ്ങളുടെ ഇന്നലെ ആ അമ്പശയുടെ അനുഭവം അനേകം മാതാപിതാക്കൾ ആദ്യമായിട്ട് 23 വർഷം കഴിഞ്ഞു. 9 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെയുള്ളവരാണ്. പിന്നെ ഞങ്ങളുടെ സോഭിമോനാണ്. അവരെ 28 വയസ്സുണ്ട്. വർഷമായിട്ടുള്ള പിള്ളേരുണ്ട്. മാത്രമേ ഉള്ളൂ. രണ്ട്
വിധത്തിൽ അവരുടെ കൈറ്റിലാക്കും. ഇവർക്കെല്ലാം അപകടങ്ങളില്ല, സ്പൈനൽ കോഡ് പ്രയാസമായിട്ടുള്ളത് ഞങ്ങളുടെ മരത്തിൽ നിന്ന് വീണതാണ്. ഇതിനെ ഇന്നത്തെ നമുക്ക് ഫുഡ് സ്പോൺസർ ചെയ്യുന്നത് മാസ്റ്ററും. കല്യാണം ശനിയാഴ്ചയാണ്, ബർത്ത്ഡേ എന്നാണ്. അങ്ങനെ എല്ലാ സന്തോഷവും കൂടെ ഉൾപ്പെടല്ലേ. നമ്മുടെ സാറാണ് കൊച്ചിന്റെ കല്യാണമാണ് ശനിയാഴ്ച. ഇന്ന് ബർത്ത്ഡേ ആണ്. ഇന്നലെ ആയിരുന്നു കല്യാണ നിശ്ചയം. എല്ലാം കൂടെ നല്ല സന്തോഷം. എല്ലാം കൂടെ നല്ല അതിനെല്ലാം അനുഭവിക്കുന്നത് നമ്മളാ. ഇന്ന് നമുക്ക് വയറ് നിറയെ വിഭവസമർത്ഥമായ ആഹാരം. ഞങ്ങളുടെ സുമേലപ്പച്ചനാണ്. അച്ഛന് ദിനത്തിലെ പുതിയ ആളാണിത്. അപ്പച്ചനാണ്. പ്രകാശാണ്. പ്രകാശ് പിള്ളേരാണ് ഇവിടെ. ജിജിയാണ്. ഞങ്ങളുടെ രതീഷാണ്. ഞങ്ങളുടെ ബ്ലസ്സനാണ്. ഇത് പ്രാർത്ഥനയ്ക്ക് പോയാലും നല്ലോണം ഉറങ്ങിയില്ലടാ. ഉറങ്ങി നിന്റെ മോഹം കാണുമ്പോ നീ ഉറങ്ങി. നീ എങ്ങനെ കണ്ടേ? ഓർമ്മന്നില്ലേ വേണ്ടേ? ഇവനെ വിളിക്കണ്ട കേട്ടോ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും ആമേൻ. ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ കുരിശിൽ മരിച്ചോരു, കാൽവരി മലയിൽ കുരിശിൽ മരിച്ചോരു, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. നിന്റെ പിടഞ്ഞ വേളയിൽ നാദം ചൊരിഞ്ഞ ചോരയിൽ, നാദം ചൊരിഞ്ഞ ചോരയിൽ പരിധാനമാനിതാ ഒരു ജീവനേകിനി, പരിധാനമാനിതാ ഒരു ജീവനേകിനി. നാനായി കേൾക്കുന്നു കണ്ണീര് തൂങ്ങിനാശ, എല്ലാം
കേട്ടോ. നമ്മുടെ ആന്റണിയാണ് ഈ പാടി നല്ലൊരു കാപ്പ് കൊടുക്കാൻ. പിന്നെ ആന്റണി ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴ അങ്ങനെ ഭയങ്കര ഡാൻസുകാരനായിരുന്നു. പോവാം. പിള്ളേരാണ് നീ വരുന്നില്ല. ഇടിയും മഴയും വരും. ആരാ വന്നേ? നീയേ ആരാ വന്നേ? നീ പറഞ്ഞേ. അന്ന് വസ്ത്രത്തെ ഒരുപാട് ഓണക്കളി ഓണം വരുമ്പോ ഇന്നാണ് ഇന്നല്ല ഓണക്കളിയുണ്ടോ? ഓടി കൊണ്ടുവന്നു. ഓണത്തിന് പേരുണ്ട്. 16 വർഷം അവൻ ചങ്ങനല്ലേ. ഓണമാകട്ടെ, ഓണത്തിന് ദിവസങ്ങളുണ്ട്. ആർക്കും വിളിക്കാം. ആർക്കും വിളിക്കാം. ഞാൻ വിളിക്കും. ഞാൻ ഊഞ്ഞാലാണ്. വളരെ ഉണ്ട്. ജിജിയാണ് പേര്. നിങ്ങളുടെ വീട് എവിടെ? പത്തനംതിട്ട. വാടകയ്ക്കെടുത്ത് അതിന്റെ 3 മുറിയിൽ തുടങ്ങിയതാണ്. 25ാമത്തെ വർഷമാണ്. തികച്ച വിശ്വാസത്താൽ, ഇന്നും അത് വിശ്വാസത്താൽ. ഇന്ന് കണ്ടില്ലേ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ ഒരുക്കി. അങ്ങനെ ആരെയും ഒക്കെ കർത്താവ് ഇവർക്ക് വേണ്ടി ഒരുക്കും. ഞങ്ങളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വയർ നടക്കാനുള്ള ആരെങ്കിലും ഒക്കെ കർത്താവ് അയക്കും. നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന പോലെ കൊടുക്കുമ്പോൾ ഞങ്ങളത് ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ വാങ്ങിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ കൊടുക്കുക. അത് ഔഷധവും അനുഗ്രഹവുമാണ്. Praise the Lord. അമ്മച്ചി, അതിന് ഇവിടുത്തെ ഒരു പാസ്റ്റങ്ങളും ആന്റി മക്കൾ കണ്ടിരുന്നു. മോനും മോളും. അത് നാളെ ശനിയാഴ്ച ഈ മോളുടെ കല്യാണമാണ്.
ഇന്നലെ ആയിരുന്നു കല്യാണം നിശ്ചയം, ഇന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. എല്ലാം കൂടെ കണക്കാക്കി നമ്മൾക്കിന്ന് ഞങ്ങളെ കാണാൻ വന്നു. വീടൊക്കെ കല്യാണിപ്പത്തെ വേണ്ട കല്യാണ പെണ്ണാണ്. ശനിയാഴ്ചയാണ് മോടെ കല്യാണം. കല്യാണം കഴിക്കണേ. ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് പണ്ടൊരു സങ്കടം മൈലപ്പുഴയുള്ളവരുണ്ട്, വാഴമുട്ടത്തുള്ളവരുണ്ട്. വാഴമുട്ടക്കാര് വേണ്ടിയിരിക്കുന്നു. മോനെ ബെല്ലടിച്ചേരെ. വാഴമുട്ടക്കാരാ ഇവര്. താഴൂരമ്പലത്തിനടുത്ത്, സ്കൂളിന്റെ അടുത്ത്. അതെ, വൃത്തിയായിട്ടിരിക്കുന്നുണ്ടല്ലോ, മതി. വലിയ ഗുണമൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു ദോഷമില്ലല്ലോ. മനുഷ്യപ്രകൃതിയായിരുന്നു. അത് വേണം. അല്ല പിന്നെ ഇവരൊക്കെ പോയി ജോലി ചെയ്ത് കല്യാണം കഴിച്ച് കുടുംബം പോറ്റുമെന്നോ അങ്ങനെയൊന്നും വിശ്വസിക്കുകയും ചെയ്യരുത്. ആർക്കും ഒരു ദോഷം ഉപദ്രവമില്ലാതെ. ആർക്കും ഒരു ഗുണം ചെയ്തില്ലേലും ആർക്കും ഒരു ദോഷമില്ല. കയ്യും കാലം കൂടെ കെട്ടിയിട്ട് പോസ്റ്ററിട്ട് അടിച്ച് പല്ല് കളഞ്ഞ് മണ്ണെണ്ണ ഒഴുതി ഒളിച്ചു എല്ലാം നശിപ്പിച്ച് വീട് മുഴുവൻ നശിപ്പിച്ച് അങ്ങനെയൊക്കെ വന്ന പിള്ളേരല്ലേ അവരൊക്കെ ഇന്ന് ഇത്രയെങ്കിലും സമാധാനത്തോടെ നമുക്ക് ഞാൻ കണ്ട അവിടെ കണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടോ പോലീസുകാർ കൊണ്ടുവന്നാണ് കെട്ടിയിട്ടായി കൊണ്ടുവന്നേ. കണ്ടോ കയ്യും കാലും അത് തന്നെയാണല്ലോ. അതെ 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 വീട് മുഴുവൻ തീ കത്തിച്ചു. ഞങ്ങളുടെ ഡിമെൻഷ്യമാണ് അൽഷമേഴ്സ്. അവർക്കെല്ലാം കൊണ്ട് ഇവിടെ തന്നെ നമ്മളവിടെ കഴിക്കുമ്പോഴത്തേക്ക് കാടപ്പക്ഷികളായി പോറ്റിയവൻ കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പക്ഷികളായി പോറ്റിയവൻ കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലിന്നെ കാക്കുന്നവൻ കാണുന്നവൻ എല്ലാം അറിയുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ കൂടെയുള്ളവൻ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു ആളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. നമുക്കെല്ലാവർക്കും ഇവിടത്തിലേക്ക്
Praise the Lord. നമ്മുടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ അനാഥരായിരിക്കുകയില്ല. നമ്മളല്ലാത്തല്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കൂടപ്പുറപ്പുകളായി, നമ്മുടെ സഹോദരങ്ങളായി, നമ്മുടെ മാതാപിതാക്കളായി, നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മളെ നേരിൽ കണ്ട് നമ്മുടെ അരികിലിരുന്ന് നമ്മുടെ വിശപ്പടക്കുവാൻ സ്നേഹവിരുദ്ധമായി നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന പ്രിയമുള്ളവരെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പലപ്പോഴും നമ്മൾ ജനലണികളിൽ കൂടി നോക്കും, ആരെങ്കിലും സഹോദരങ്ങളോ ഉറ്റവരോ പ്രിയപ്പെട്ടവരോ ഈ വിലപ്പെട്ട സാമർത്ഥ്യത്തെ കൃത്യമായി ശ്രദ്ധിക്കുന്നു. ദേവദാസൻ കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം വ്യാസം തന്നു. ഞങ്ങൾ അനുഭവങ്ങളായിരിക്കുന്ന പലപ്പോഴും ഈ സാമർത്ഥ്യം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നാട്ടിൽ വന്ന് പല സമയത്തും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ സാറമ്മയുടെ പ്രത്യേകതയോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പല കാര്യങ്ങളെ സഹായിച്ചു. ഈ സ്ഥാപനത്തിന്റെ ധാരാളമായി സഹായിക്കട്ടെ. ഓരോ പ്രിയപ്പെട്ടവരെയും വിജയിച്ച് ദേവദാസിയെ വലിയ ആ കാഴ്ചപ്പാടാണ് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെയും എല്ലാ നന്മകളും നടക്കട്ടെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട സമയം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ എല്ലാവരെയും വന്ന് കാണുവാൻ ശിഷ്യ കർത്തദാസിനോടും കുടുംബത്തോടൊപ്പം നൽകിയ അവസരത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ രണ്ട് സഹോദരിമാരാണ് അവരുടെ കുടുംബങ്ങളുമായിട്ട് അവരുടെ അവസരം ദൈവത്തെ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ദൈവം നിങ്ങൾക്ക് ആശ്വാസമായിരിക്കുന്നുവെന്ന് അറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ സന്ദർഭങ്ങളിലും ലഭിക്കുന്ന സമയങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ സ്നേഹത്തെ കുറിച്ചും ക്ഷേമത്തെ കുറിച്ചൊക്കെ പറയുവാൻ എനിക്ക് അവസരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുവാനും ദൈവം അവസരം നൽകുന്നു. നിങ്ങളുടെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം എല്ലാവരും എല്ലായിടത്തിലും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിലുള്ള ദൈവദാസനോട് നിങ്ങളുടെ എല്ലാവരോടും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിലെ ഒരു വളരെ പ്രത്യേകത നല്ലൊരു അനുഭവമാണിന്ന്. പ്രിയ കർത്തദാസനെയും ദാസിയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഒരു വലിയ ഭാരം അത് ഈ നിലയിൽ ഫലപൂർത്തിയിലെത്തിക്കുവാൻ നമ്മുടെ കർത്താവ് അവരെ സഹായിച്ചു. അനേകർക്ക് മാതാവും പിതാവുമായി ജ്യേഷ്ഠ സഹോദരനും സഹോദരിയുമായിട്ടൊക്കെ അവർക്ക് ഈ നിലയിൽ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നത് എത്രയോ ഭാഗ്യമാണ്. ഇത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. മനസ്സുണ്ടെങ്കിലും ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുമ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ജോർജ് മുള്ളറിന്റെ ദൈവം എന്നൊക്കെ പറയുന്നത് പോലെ, ഏലിയാവിന്റെ ദൈവം എന്ന് പറയുന്നത് പോലെ ഈ ജനലടികളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ദൈവം തന്റെ ദൂതന്മാരെ സഹായവുമായി അനുഗ്രഹവുമായിട്ട് അയക്കുന്നു. എത്രയോ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ദേവദാസി അതുപോലെ ഇതിൽ ഈ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുന്ന ഈ സഹോദരന്മാരെ പോലുള്ളവരൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ എലിസബത്ത് ആന്റി മുഖാന്തരമാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയുന്നത്. അവരോട് ഒന്നിച്ച് വരുവാനതിനു മുമ്പും തുനിഞ്ഞിട്ടുണ്ടെങ്കിലും അവസരം ലഭിച്ചില്ല. എന്നാൽ ഇന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ സ്ഥാപനം എപ്പോഴും ഉണ്ടായിരിക്കും. ആഗ്രഹിക്കുന്നത് പിന്നെയും വരണം, കാണണം, നിങ്ങളോട് ഒന്നിച്ച് സമയം ചെലവഴിക്കണം എന്നാണ് ദൈവം. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ കർത്താവ് അതിന് അവസരം ഒരുക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവിധമായ പ്രാർത്ഥനയും ആശംസയും എല്ലാ ആരോഗ്യവും എല്ലാവർക്കും നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. നമുക്ക് തിരികെ കൊടുക്കുവാനുള്ളത് പ്രാർത്ഥന മാത്രമാണ്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വാർഡുകളിലും മുറികളിലും ഈ ഡൈനിങ് ഹോളിലും ഒക്കെ ആയിരിക്കുന്നു. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ദൈവസന്നിധിയെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയമോളുടെ കർത്താവിന്റെ കൃപ ധാരാളമായി ചെയ്യപ്പെടട്ടെ. ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുക. ഈ മനോഹരമായ സമയം ഞങ്ങൾ കർത്താവിനോട് നന്ദി പറയുന്നു. കഴിഞ്ഞ 25 വർഷം നേരം
ദിവസം ദൈവത്തിന്റെ കൃപയോടെ ജീവിക്കും. നിങ്ങളെ സഹായിച്ചു. അടുത്ത ശനിയാഴ്ച പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവിന്റെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന മകൻ കർത്താവേ, എന്റെ മകനെ ഇവിടുന്ന് നന്മകൾ കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന്